അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്, ശാശ്വതമായ സന്തോഷമുണ്ട്. ഓരോ വാക്കും ശ്രദ്ധിച്ച് പാടുക. അങ്ങയുടെ വലത്തു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്, ശാശ്വതമായ സന്തോഷമുണ്ട്. എല്ലാവരും ശബ്ദം. എനിക്കു ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. പുതിയ നിയമത്തിലേക്ക് വരിക. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്, ശാശ്വതമായ സന്തോഷമുണ്ട്. അങ്ങനെക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്, ശാശ്വതമായ സന്തോഷമുണ്ട്. ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എന്തോ ഒരു മനോഹരമാണ് ഈ സങ്കീർത്തനമില്ലേ. ഇപ്പം ഇതിൽ നമ്മളിപ്പോൾ മനസ്സിലായില്ലേ, ഈ സങ്കീർത്തനത്തിൽ 16-ാം സങ്കീർത്തനത്തിൽ കർത്താവ് ഈശോ മിശിഹായെക്കുറിച്ചല്ലേ പറയുന്നതെല്ലാം, ആണോ അല്ലയോ? പ്രധാനമായിട്ട് എന്താണ് അതിൻ്റെ അവസാന ഭാഗത്ത് നോക്കുകയെ, എന്താണ്? അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കയില്ല. കണ്ടോ? വീണ്ടും ഞാൻ പറയും, ഈശോയ്ക്ക് 1000 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, അങ്ങയുടെ പരിശുദ്ധൻ, ഈ വരാൻ പോകുന്ന മിശിഹ ദൈവപുത്രൻ, അവനെ അവർ കൊല്ലും. പക്ഷേ ആ കൊന്നു കഴിയുമ്പോൾ, അവൻ മരിച്ചു, അവനെ അടക്കി കഴിയുമ്പോൾ, ആ വാക്കൊന്ന് പാടി, അവനെ അടക്കി കഴിയുമ്പോൾ, അതിന് മുമ്പുള്ള വാക്ക്, അവൻ വിശ്രമിക്കും. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. ഒന്ന് വീണ്ടും പാടിയ അർത്ഥത്തിൽ, അവർ അവനെ കൊന്നു, അവർ അവനെ കുരിശിൽ തറച്ചു. അവർ വിചാരിച്ചു അവൻ്റെ എല്ലാം നശിപ്പിച്ചു എന്ന് വിചാരിച്ചു. പക്ഷേ വാസ്തവത്തിൽ എന്താ അവിടെ നടന്നത്? എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. വീണ്ടും ഒരിക്കൽ കൂടി, ശരിക്കും ഈശോയെ കുരിശിൽ തറച്ചു. ഈശോയുടെ രക്തം മുഴുവനും വാർന്നുപോയി. അവനെ കണ്ടവർ അമ്പരന്നു. അവൻ്റെ അസ്ഥികൾ എണ്ണാമായിരുന്നു എന്ന് പറഞ്ഞാൽ, അത്രയും ശരീരത്തിലെ ഇറച്ചിയെല്ലാം ആ ചാട്ടവാർ അടിച്ചപ്പോൾ ആ ഇറച്ചിയെല്ലാം വലിച്ചു പോയി. അതാണ്, നമ്മളതൊന്നും ഇവിടെ അവതരിപ്പിക്കാൻ പറ്റില്ല, ആളുകൾ പേടിച്ചു പോകും. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈശോയുടെ ശരീരം, ഇല്ലേ?
ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള സിനിമ തന്നെ പലയിടത്തും നിരോധിച്ചു. എന്തുകൊണ്ടാണ്? ഇത്രയും ഭീകരത നമ്മുടെ ആൾക്കാരെ, കുട്ടികൾ കാണരുതെന്ന് ഉദ്ദേശിച്ചുകൊണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും പല സ്ഥലത്തും ഈ പടം നിരോധിച്ചു. കാരണം ഇത്രയും രക്തച്ചൊരിച്ചിൽ നമ്മുടെ ആൾക്കാരെ കാണരുത്. അപ്പോൾ കുട്ടികളെ ഇനിനമാതിരി അവർ വേറെ എന്തൊക്കെ കാണുന്നുണ്ടാകും, പക്ഷേ ഇത് വന്നപ്പോൾ ഇത് കാണരുത്. എന്നാൽ അതിനേക്കാളും ഭയാനകമായിട്ടായിരുന്നു ആ സംഭവം എന്ന് സങ്കീർത്തനങ്ങളിലും യേശയ്യായുടെ പ്രവചനങ്ങളിലും എല്ലാം എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാമല്ലോ, ഇല്ലേ? അവനെ കണ്ടവർ അമ്പരന്നു പോയി, അവനെ കണ്ടവർ മുഖം തിരിച്ചു. എന്തുകൊണ്ടാണ്? അത്രയ്ക്ക് ഭയാനകമായ സഹനമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴോ അവൻ്റെ ആ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. പാടിക്കോളൂ, ഇനി പാടും, ഇനി അത് പാടും. ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു, അവിടുന്ന് പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. നമുക്കിരിക്കാം, നിങ്ങൾ നിൽക്കൂ. ഇടയ്ക്കിടയ്ക്ക് ഇനി ഒന്ന് ഈ നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, ഇസ്രായേൽ ജനം ഈശോയ്ക്ക് 1000 വർഷം മുമ്പേ എല്ലാ ദിവസവും ഇത് പാടുമായിരുന്നു. പക്ഷേ ഇതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു സൂചനയുണ്ടാകുമായിരിക്കാം. അതിനുശേഷം മാതാവും എല്ലാ ദിവസവും ഇത് പാടുമായിരുന്നു. അതിനുശേഷം കർത്താവ് ഈശോ മിശിഹ ബാല്യം മുതലേ എല്ലാ ദിവസവും പാടുമായിരുന്നു. അതൊന്ന് ചിന്തിച്ചേ. ഈശോ എല്ലാ ദിവസവും ഇത് പാടുമ്പോൾ ഈശോയുടെ ഉള്ളിൽ പൂർണ്ണമായിട്ട് ഈ ബോധ്യം വന്നോ ഇല്ലയോ? ഇതെന്നെക്കുറിച്ചാണ്, എൻ്റെ ശരീരം അവർ ഇതുപോലെ ചെയ്യും, എന്നാലും ജീർണിക്കാൻ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും പറഞ്ഞിരുന്നത്, ഈ സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പൂർത്തിയാകണ്ടേ. ഈശോയുടെ സുവിശേഷ പ്രഘോഷണം മുഴുവനിലും ഓരോ വചനത്തിലും സങ്കീർത്തനവും പ്രവാചക ഗ്രന്ഥങ്ങളും തുടിച്ചു നിൽക്കുന്നുണ്ട്. അത് നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അവർ എന്നെ പീഡിപ്പിക്കും, അവരെന്നെ അടിക്കും, അവരെൻ്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പും, അവരെന്നെ കൊല്ലും, എന്നാൽ മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേക്കും എന്നത് എൻ്റെ ശക്തി കൊണ്ട് തന്നെ ഞാൻ ഉയർക്കും. കാരണം അവൻ്റെ ശരീരം ജീർണിക്കാൻ അനുവദിക്കുകയില്ല. നമുക്കറിയാം, ലാസർ മരിച്ചു, 4-ാം ദിവസമാണ് ഈശോ വരുന്നത്. കാരണം സാധാരണ മനുഷ്യരുടെ ശരീരം 3 ദിവസം കഴിയുമ്പോൾ ജീർണിക്കും. 3 ദിവസം കഴിയുമ്പോൾ എല്ലാവരുടെയും ശരീരം മരിച്ചു കഴിഞ്ഞാൽ 4-ാം ദിവസം ജീർണിക്കും. എന്നാൽ ഈശോയുടെ ശരീരം, അതിൽ തന്നെ ശരീരത്തിൽ ദൈവികത ഉള്ളതുകൊണ്ട്, ഈശോ ദൈവപുത്രനായതുകൊണ്ട് അത് ജീർണിക്കാൻ അനുവദിച്ചില്ല. ഒന്നുകൂടി പാടിയേ. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു, അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല.
ഇത് യേശു എല്ലാ ദിവസവും പാടുമ്പോഴെല്ലാം ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ ബോധ്യം, ഈ വാസ്തവം, ഈ സത്യം അങ്ങ് കാണുകയാണ്. അവരെന്നെ കൊല്ലും. അതാണ്. അപ്പോൾ ഈ കൊല്ലലിനെയും സഹനത്തെയും വളരെ നിസാരമായി കാണാൻ സാധിക്കണമെങ്കിൽ എങ്ങനെയാണത് സാധിക്കണം? കൊന്നു കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയെ മനസ്സിലാക്കണം. ഇപ്പം നമ്മളെ ഒരാൾ കൊല്ലാൻ വരികയാണ്, എന്നെ സംബന്ധിച്ച് വേഗം ചെയ്തോ എന്നുള്ള ഒരു ഫീലാണ് എനിക്കുള്ളത്. കാരണം കൊന്നു കഴിഞ്ഞാൽ എന്താ എനിക്കുള്ളത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴേ അറിയാം. എന്നെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ പ്രൈസ് ദ ലോർഡ്, ഞാൻ ഉടനെ സ്വർഗത്തിൽ നേരെ അങ്ങ് പോവുകയാണ്. ആണോ അല്ലയോ? അപ്പം അങ്ങനെ നിങ്ങളങ്ങ് വിചാരിച്ചാൽ പോരെ. കൊല്ലട്ടെ കൊല്ലട്ടെ കൊല്ലട്ടെ, എവിടെ പോവും? ഉടനെ സ്വർഗത്തിൽ പോവും. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈശോ ഇവിടെ ജീവിക്കണത് മുഴുവനും. അതുകൊണ്ടാണ് ഒരു നയാ പൈസ പോലും കയ്യിലില്ല, പോക്കറ്റ് മണിയേ ഇല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാവുമായിരിക്കില്ലേ? ഇല്ല അല്ലേ? നല്ല കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 25 വർഷം മുമ്പ് നല്ല ശമ്പളം ഉണ്ടായിരുന്ന ഞാൻ അത് വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി. എനിക്കൊരു ശമ്പളവുമില്ല, ഒരു പോക്കറ്റ് മണിയുമില്ല. ഞാനും നിങ്ങളുടെ മാതിരിയൊക്കെ തന്നെയാണ്. നിങ്ങൾ കേട്ടേക്കണതൊക്കെ വേറെ വല്ലതൊക്കെ ആയിരിക്കും അല്ലേ? ചിലർ പറയാണ്ട് ഈ തോമസ് പോളിനെയൊക്കെ ധ്യാനത്തിന് വിളിക്കാൻ കിട്ടുമൊന്നുമില്ല, അയാൾ വരണമെന്നുണ്ടെങ്കിൽ 50,000 രൂപ കൊടുക്കാണ്ട് ബുക്കിംഗ് എടുക്കില്ല എന്നൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞോട്ടെ. അത് നമുക്കൊരു ക്രെഡിറ്റാണ്. കാരണം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് വ്യാജമായി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പ്രൈസ് ദ ലോർഡ് പറയണത് അധികവും കന്യാസ്ത്രീമാരാണ് കേട്ടോ, ക്ഷമിക്കണം. ചിലർ പറഞ്ഞു പറയണോ? അത് വേണ്ട അല്ലേ? പറയാല്ലേ? ഈ ഇടയ്ക്ക് ഒരു ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞേ, ബ്രദറിൻ്റെ ധ്യാനം ഞാൻ കൂടി, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ധ്യാനത്തെക്കുറിച്ച്. എന്നിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് വേറെ എവിടെയോ ധ്യാനത്തിന് പോയി. അവിടെ കമ്പൽസറി കൗൺസിലിംഗ് ആയിരുന്നു. അപ്പോൾ അവർക്ക് കൗൺസിലിംഗ് കിട്ടിയത് ഒരു സിസ്റ്ററിൻ്റെ അടുത്താണ്. അപ്പോൾ പറഞ്ഞു, സിസ്റ്ററോട് പറഞ്ഞു, ഞാനിങ്ങനെ കഴിഞ്ഞ മാസം തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനത്തിലായിരുന്നു. അയ്യോ, തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനമോ? അങ്ങേര് സഭ വിട്ട് പോയ ആളല്ലേ, അങ്ങേര് ധ്യാനമൊക്കെ കൂടാമോ? അപ്പോൾ ഇവർ എന്നെ വിളിച്ച് പറയാണ്. ഞാൻ പറഞ്ഞു സാരമില്ല, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതല്ലേ, ക്ഷമിക്ക് ഇല്ലേ, ഇതിൽ കൂടുതൽ എന്താ. പക്ഷേ അതേ സമയത്ത് ഈ കൗൺസിലിങ്ങിലിരിക്കുന്ന ഒരു സിസ്റ്റർ ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. അവരോട് പറഞ്ഞു അറിവില്ലാഞ്ഞിട്ട് അല്ലേ, ക്ഷമിക്ക്. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ തോന്നി, ദൈവമേ, ഒരു കൗൺസിലർ ആയിരിക്കുന്ന ആൾ ഒരു കാര്യം പറയുമ്പോൾ ഒന്ന് ജ്ഞാനത്തിൽ പ്രാർത്ഥിച്ചും ചിന്തിച്ചിട്ടും പറയണോ വേണ്ടയോ? എനിവേ, ഇതങ്ങനെ കൂട്ടത്തിൽ പറഞ്ഞു പോരുന്നതാണ്. എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവുമായിരിക്കും, ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല. ഇപ്പം നാം പറഞ്ഞു വരുന്നത് നമ്മളുടെ അവസ്ഥ എന്തായിരിക്കണമെന്നത് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴുള്ള അവസ്ഥ? നമ്മുടെ മരണശേഷമുള്ള അവസ്ഥ. മരണശേഷമുള്ള അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഈ ജീവിക്കുന്നതിൽ ചുരുചുരുക്കുണ്ടാവുള്ളൂ, ആത്മധൈര്യം ഉണ്ടാവുള്ളൂ. ജീവിക്കുന്ന കാലത്ത് ആത്മധൈര്യം ഉണ്ടാകണമെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ഇപ്പോഴേ അറിയുമ്പോഴാണ്. ഈശോ ജീവിക്കുന്ന കാലത്തെല്ലാം കൃത്യമായിട്ട് അറിയായിരുന്നു, ഞാൻ ഇന്ന ദിവസം മരിക്കും, ഇന്ന മണിക്കൂറിൽ അവരെന്നെ ഇതൊക്കെ ചെയ്യും. അറിയാമായിരുന്നോ ഇല്ലയോ? ഇത് നമുക്കും അറിയാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ചിന്തയിലാണെങ്കിൽ, മറിച്ച് ഇവിടുത്തെ ചിന്തയിലാണെങ്കിൽ ഇവിടുത്തെ കാര്യം. ക്ഷമിക്കണം, എൻ്റെ അപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ അപ്പൻ ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നത് പുള്ളിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ആൾക്കാരെ വിളിച്ചിട്ട് ആ മാവ് വെട്ടാൻ പറഞ്ഞു. എന്തിനാണ് ഈ മാവ് വെട്ടണേ? നല്ല മാമ്പഴമുള്ള മാവ് വെട്ടണമെന്ന് ചോദിച്ചു. അല്ല, അത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു.
വീട്ടിലെല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, ഇത്രയും നല്ല മാമ്പഴം തരുന്ന മാവ് വെട്ടണമെന്തിനാ? വെട്ടി വിറകാക്കി വയ്ക്കാൻ പറഞ്ഞു, ഇത്ര ചാക്ക് അരി മേടിക്കാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ദിവസം മരിക്കും, അതുകൊണ്ട് എല്ലാവരെയും വിളിക്കൂ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ മരിക്കും. ഞാൻ മരിക്കുമ്പോൾ അതിൻ്റെ നാളോത്തിനുള്ള വിറകാണ് ഇത്, അത് അരി വയ്ക്കാനുള്ള നല്ല അരിയാണിത്, ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ നന്നായിട്ട് സദ്യ ഉണ്ടാക്കണം. അതിന് നേരത്തെ ഞാൻ എല്ലാം ഒരുക്കി. എന്നിട്ട് അദ്ദേഹം അങ്ങ് കിടന്നു, എല്ലാവരുടെയും മുമ്പിൽ മരിച്ചു. ഇത് ഞാൻ പറയുന്നത് ഈ സാധാരണ മനുഷ്യരായ എൻ്റെ അപ്പനും അപ്പാപ്പനും ഇത് മറ്റുമാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഇത് കിട്ടും. നമ്മളെപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും എന്നുള്ളതെല്ലാം കർത്താവ് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കർത്താവിനോടൊപ്പം തന്നെ ആയിരിക്കും എന്ന് ഇവിടെ വെച്ച് ഒരുങ്ങുന്നതിലാണ് നമ്മുടെ ആത്മീയതയുടെ അർത്ഥം. അല്ലാണ്ട് ഞാൻ മരിക്കോട്ടോ, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എന്ത് സംഭവിക്കും? നേരെ സ്വർഗത്തിൽ പോകും. വിഷമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരുപാട് പേര് നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നത്, ഭയങ്കര രോഗമാണ്, മരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാട്ടോ. എന്തിനാന്ന് ചോദിച്ചില്ല. ഞാൻ പ്രാർത്ഥിക്കണത് വേഗം മരിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും ഒരു സഹോദരി വന്നേ, എൻ്റെ അപ്പൻ ഭയങ്കര രോഗമാണ്, അമ്മ രോഗമാണ്, മരിക്കുമെന്നാണ് പറഞ്ഞേക്കണേ. ചില സ്ഥലത്ത് എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, പോന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവർക്ക് എന്തായോന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ സന്തോഷം ഇതാണ്, ഒരാൾ സ്വർഗത്തിലേക്ക് ചെന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ ആത്മസന്തോഷമുണ്ടാകണമെങ്കിൽ എന്ത് വേണം? എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ നമ്മൾ തയ്യാറായിട്ട് നടക്കുക. ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ, അതാണ് ഈശോ പറയുന്നത് മുഴുവനും. മരിച്ചാൽ ഈശോയോടൊപ്പം തന്നെയാണ്. ഇപ്പോൾ ഒരിക്കലും ഒരു കന്യാസ്ത്രീ എന്നോട് പറഞ്ഞു, തോമസ് പോളെ, അപ്പോൾ ഫോറിനിലാണ് സിസ്റ്റർ, ഇപ്പോൾ സ്ഥലം പറയുന്നില്ല, ഇങ്ങനെ എൻ്റെ അമ്മ നല്ല ഒരു വിശുദ്ധയായിട്ട് ജീവിച്ചിരുന്ന ആളാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിനെന്താ ഇപ്പോൾ തെറ്റെന്ത് പറ്റി? ഇപ്പം അമ്മയ്ക്ക് അമ്മ മരിച്ചിട്ട് 2 വർഷമായി. എന്നിട്ട് എന്തായി? ഒരു ബ്രദർ വന്നിട്ട് പറഞ്ഞു, അമ്മയുടെ ആത്മാവ് ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അപ്പം മുതൽ എനിക്ക് ഭയങ്കര പ്രയാസമായി. അപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്ററെ, ഈ അമ്മ എല്ലാ ദിവസവും ഈ അമ്മ ജ്ഞാനസ്നാനം സ്വീകരിച്ച ആളാണോ? ആണ്. പോയിൻ്റ് പറയാണ്. അപ്പോൾ ജ്ഞാനസ്നാനത്തിലൂടെ എന്ത് സംഭവിച്ചു? അതെല്ലാം മനസ്സിലായോ? ജ്ഞാനസ്നാനത്തിൽ ജീവൻ്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടു, ജ്ഞാനസ്നാനത്തിൽ പുതിയ സൃഷ്ടിയായി മാറി, ജ്ഞാനസ്നാനത്തിൽ സ്വർഗഭാഗ്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മയും മുറിച്ചു മാറ്റപ്പെട്ടു. 1264 വായിച്ച്. 1264 എഴുതിക്കോ. 1264. എന്നാലും പാപത്തിന്റെ കാലികമായ ചില അനന്തരഫലങ്ങൾ മാമോദീസ സ്വീകരിച്ചവരിൽ നിലനിൽക്കുന്നു. അതെ, 1263 വായിക്കും. മാമോദീസായിലൂടെ എല്ലാ പാപങ്ങളും ഉത്ഭവ പാപവും വ്യക്തിപരമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പാപത്തിനുള്ള ശിക്ഷയും ഒഴിവാക്കപ്പെടുന്നു. അങ്ങനെയുണ്ടോ? മനസ്സിലായോ? ദൈവം ശിക്ഷിക്കാനാണോ വന്നത്, രക്ഷിക്കാനാണോ വന്നത് എന്ന് പറഞ്ഞ ഉച്ചത്തിൽ. ദൈവം ശിക്ഷിക്കാനാണോ വന്നത്, രക്ഷിക്കാനാണോ വന്നത്? ഉച്ചത്തിൽ പറഞ്ഞേ. അപ്പം നമ്മൾ പിന്നെ എന്തുകൊണ്ടാണ് എപ്പോഴും ശിക്ഷ എന്ന് ചിന്തിക്കുന്നത്? മാമോദീസായിൽ തന്നെ നമ്മളുടെ ശിക്ഷ എടുത്തു മാറ്റിയിരിക്കുന്നു. ഒന്ന് വായിച്ചൊന്നുകൂടിയത്.
മാമോദീസായിലൂടെ എല്ലാ പാപങ്ങളും ഉത്ഭവപാപവും വ്യക്തിപരമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പാപത്തിനുള്ള ശിക്ഷയും ഒഴിവാക്കപ്പെടുന്നു. ഒന്നെല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, ശബ്ദം ഉയർത്തി ഏറ്റു പറഞ്ഞേ. മാമോദീസായിലൂടെ എല്ലാ പാപങ്ങളും ഉത്ഭവപാപവും വ്യക്തിപരമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പാപത്തിനുള്ള ശിക്ഷയും ഒഴിവാക്കപ്പെടുന്നു. വീണ്ടും ജനിച്ചവരിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം തടയുന്ന യാതൊന്നും ആദത്തിന്റെ പാപമാകട്ടെ വ്യക്തിപരമായ പാപമാകട്ടെ പാപത്തിന്റെ അനന്തരഫലങ്ങളാകട്ടെ നിലനിൽക്കുകയില്ല. അപ്പം ഞാൻ ഈ സിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആക്കട്ടെ അല്ലേ. സിസ്റ്ററിനോട് പറഞ്ഞു, അങ്ങയുടെ അമ്മ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോഴേ തന്നെ സ്വർഗഭാഗ്യത്തിന് അർഹയാണ്. പിന്നെ സ്ഥൈര്യലേപനം, പിന്നെ വിശുദ്ധ കുർബാന. അപ്പോൾ ഞാനിങ്ങനെ വിശുദ്ധ കുർബാനയിലെ അവസാനത്തെ പാട്ടൊന്ന് പാടാൻ പറഞ്ഞു. എന്താണത്? എൻ്റെ ശരീരം ചീക്കും അവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. ഞാൻ ഈ സിസ്റ്ററിനെ കൊണ്ടത് പാടിപ്പിച്ചു. പാടിക്കുന്ന നേരത്താണ് ഇത്രയും നാൾ കുർബാനയിൽ പാടിയതിനേക്കാളും ഒരു അർത്ഥം മനസ്സിലായത്. എന്താ മനസ്സിലായത്? എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, മാനവനിൽ നിവസിക്കും. സ്റ്റോപ്പ്. ഒന്ന് മനസ്സിലാക്കണം. ഈ രക്തവും പാനം ചെയ്യുന്ന രക്തവും ഭക്ഷിക്കുന്ന ശരീരവും എന്ന് പറഞ്ഞാൽ യേശുവിനെ നമ്മൾ മുഴുവനും സ്വീകരിച്ചു എന്നല്ലേ അർത്ഥം. യേശു നിത്യനാണോ? നിത്യനാണ്. നിത്യനായ ആ യേശുവിനെ നമ്മൾ സ്വീകരിച്ചപ്പോൾ തന്നെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ സ്വർഗത്തിലേക്ക് പോകുന്നില്ലേ? ഇവിടെ വെച്ച് തന്നെ. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, ത്രിത്വമായിട്ടുള്ള ലയനത്തിൻ്റെ അവസ്ഥയാണ് സ്വർഗം. 1024 ഈ മാമോദീസയുടെ അവിടെ വിടല്ലേ, 1024 സ്വർഗം എന്നാൽ എന്താകുന്നു അല്ലേ? 1024 കറക്റ്റ്. വിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യകാ മറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടുമൊപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അതൊരു സ്ഥലമല്ല. ഇറ്റ് ഈസ് നോട്ട് എ സ്പേസ്. അതൊരു സ്പേസ് അല്ല, അതൊരു സ്ഥലമല്ല, അതൊരു അവസ്ഥയാണ്. എന്താണ് അവസ്ഥ? പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ജീവിതമാണത്. കന്യകാ മറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടുമൊപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗം സ്വർഗം എന്ന് വിളിക്കപ്പെടുന്നു. ഇത് ഇവിടെ തന്നെ ആരംഭിച്ചോ ഇല്ലയോ? ഇപ്പം നമ്മളുടെ ആത്മാവിൽ നമ്മൾ ഈ ലയനത്തിൽ വേണ്ടി ആഗ്രഹിക്കുന്നതും ലയനത്തിൻ്റെ അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ. ഈ ലയനത്തിലായിരിക്കുമ്പോൾ നമുക്കൊരു സ്വർഗീയ അനുഭവമല്ലേ? എന്നാൽ അതിൻ്റെ പൂർണ്ണത വരുന്നത് ഈ ശരീരം വിട്ട് കഴിയുമ്പോഴാണ്. ആത്മാവും ശരീരവും കൂടി മാറിക്കഴിയുമ്പോഴാണ്.
അപ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി എന്ന് പറയുമ്പോൾ ഈ ലയനം അവിടെ നിശ്ചയമാണ്. ഇനി അങ്ങനെ ഞാനുമായിട്ട് ഈശോയുമായിട്ട് ലയിക്കുന്നൊരു വ്യക്തി ഇവിടെ വെച്ച് തന്നെ സ്വർഗീയ അവസ്ഥയിലാണ്. അവൻ മരിച്ചു കഴിയുമ്പോഴോ അവൻ നേരെ സ്വർഗത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പം പെട്ടെന്ന് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ചോദ്യം വരും, നമ്മളത് പിന്നെ ഡീൽ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം തന്നെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നതും ഒരു സ്ഥലമല്ല, ഇറ്റ് ഈസ് നോട്ട് എ സ്പേസ്, അതും ഒരവസ്ഥയാണ്. ഏതവസ്ഥ എന്ന് വായിച്ചേ? 1024, 25, 30 ദൈവത്തിന്റെ കൃപാവരത്തിലും നമ്പർ പറഞ്ഞേ 30 അല്ലേ? 1030. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി അല്ലെങ്കിലും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായി തീരുന്നു. അതാണ് ശുദ്ധീകരണ സ്ഥലം. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ശപിക്കപ്പെട്ടവരുടെ ശിക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ്. അപ്പോൾ അത് ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ഇതെല്ലാം ചില ഭാഷയാണ്, എന്നാൽ അതൊരു അവസ്ഥയാണ്. സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് ശുദ്ധീകരണ അവസ്ഥയിലൂടെ പോകുന്നത്. നരകത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നരകത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ നമ്മൾ ആരെയും വിട്ടുകൊടുക്കില്ല. കൊടുക്കോ? ഓ എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ എൻ്റെ ഈശോയെ, ശക്തമായി പ്രാർത്ഥിച്ചേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കോടാനുകോടി ജനതകളും സഭ മുഴുവനും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കി. എന്ത് വിശ്വാസത്തിലാണ് പ്രാർത്ഥിക്കണേ? എനിവേ, അപ്പോൾ ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ ചിരിക്കണം. ഞാൻ പറഞ്ഞു, എന്താ ചിരിക്കണത് എന്താന്ന് പറയാണ്. ശരിക്കും എൻ്റെ അമ്മ എന്നേക്കാളും വിശുദ്ധിയാണ് തോന്നുന്നു. അതന്നെ. ഇപ്പം നിങ്ങളൊരു കന്യാസ്ത്രീ ആയെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാരി ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയായിരിക്കാം, ഇല്ലേ? ആണോ അല്ലയോ? അവരുടെ എല്ലാം പ്രാർത്ഥനയും അവരുടെ പുണ്യപ്രവൃത്തിയും അല്ലെങ്കിൽ അവരുടെ ഹൃദയവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുടിപ്പ്. അപ്പോൾ എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും അമ്മ ഇവിടെ കറങ്ങിയടിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചനം കിട്ടണം. ഞാൻ പറഞ്ഞു, ഒരു സിസ്റ്ററല്ലേ, എന്നിട്ട് ഇങ്ങനെ പറയാമോ? ഇങ്ങനെ വിശ്വസിക്കാമോ? അതാണ് വിശ്വാസത്തിൻ്റെ അവസ്ഥ. വിശ്വാസം വളരണമെന്ന് പറയണത്. ഇപ്പം മനസ്സിലായി ബ്രദർ നാട്ടിൽ പോകുമ്പോൾ ഒന്ന് അവരെ വിളിച്ചൊന്ന് സംസാരിക്കണം വീട്ടുകാരോട്. അവരൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ്. ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കുകയും ചെയ്തു. അവർക്ക് സമാധാനമായി. അപ്പോൾ ഈ അസമാധാനത്തിൻ്റെ കാരണം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വികലമായ ചിന്തകൾ നമ്മളിലുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ സമാധാനം ഉണ്ടാവില്ല. ഇതാണ് ഇവിടെ ജീവിക്കുമ്പോൾ ആത്മധൈര്യവും വിശ്വാസവും ഉണ്ടാകണമെങ്കിൽ ജീവിതം കഴിയുമ്പോൾ എന്തായിരിക്കും എന്ന് വിശ്വസിക്കണം. ഒരിക്കൽ ഇത് വരണത് അങ്ങോട്ട് പറഞ്ഞോട്ടെ. ഇത് ഒരു അമ്മച്ചി, ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നു. ജർമ്മനിയിലാണ്. 7 കുട്ടികളുണ്ട് അവർക്ക്. പക്ഷേ പെട്ടെന്ന് അവരുടെ ഭർത്താവ് മരിച്ചു.
ഒന്നാലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഗാലറി മാതിരിയാ 7 കുട്ടികൾ, കുഞ്ഞു 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 കുഞ്ഞു. എനിക്ക് അവരോട് വലിയ ബഹുമാനം തോന്നി. കാരണം ഇന്നത്തെ കാലത്ത് 7 കുട്ടികളൊക്കെ, അതും ജർമ്മനിയിലൊക്കെ 7 കുട്ടികൾ ഉണ്ടാകാമെന്ന് പറയണത്. പക്ഷെ അവരുടെ ചോദ്യം, എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ കൊണ്ടുപോയി കർത്താവ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കിങ്ങനെ? അപ്പോൾ ഈ 7 കുട്ടികളും എങ്ങനെ നോക്കും? ഈ 7 കുട്ടികളെ എല്ലാവരും കുറേ പേരൊക്കെ കുറ്റം പറയാൻ തുടങ്ങി. നിനക്ക് വല്ല കാര്യമുണ്ടോ ഈ 7 കുട്ടികളൊക്കെ ഉണ്ടാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ. ഇതൊക്കെ ആളുകളുടെ ഒരു അവസ്ഥയാണല്ലോ. ഇവർക്ക് താങ്ങാൻ പറ്റുന്നില്ല ഹൃദയവേദന, ഭയങ്കര വേദനയാണ്, ഭയങ്കര പ്രയാസം, ഭയങ്കര ദുഃഖം, ഭയങ്കര നിരാശ. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. അപ്പോൾ ഞാൻ ആദ്യമേ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നിൻ്റെ ഭർത്താവ് ഇപ്പോൾ എവിടെയാണെന്നാണ് നിൻ്റെ ഒരു അനുമാനം? നിൻ്റെ അകത്തൊരു ചിന്തയുണ്ടല്ലോ, എന്താ നീ ചിന്തിക്കണേ? അവൾ പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ. അതാണ് പോയിന്റ്. നീ അറിയണം. നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിനക്കറിയാനുള്ള എല്ലാ വചനങ്ങളും ഉണ്ട്. അത് ഞാനെങ്ങനെ അറിയണേ? അയാൾ നരകത്തിലാണോ, ശുദ്ധീകരണ സ്ഥലത്തിലാണോ എന്ന്, സ്വർഗത്തിലാണോ എന്ന് എനിക്കറിയില്ല. ആ അറിവില്ലായ്മ കൊണ്ടാണ് നിനക്ക് ഇത്രയും ഭാരം, ദുഃഖം, നിരാശ എല്ലാം തോന്നണേ. അതെങ്ങനെ അറിയും? അതിന് വിശ്വാസത്തിൻ്റെ ഒരു അനുമാനമുണ്ട്. വിശ്വാസത്തിൻ്റെ അനുമാനം എന്ന് പറയുന്നത് മലയാളം ശരിയല്ലേ? വിശ്വാസത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, എ ലുക്ക് ത്രൂ ദ ഫെയ്ത്ത് എന്ന് പറയാം. ഞാൻ ചോദിച്ചു, ഫസ്റ്റ് പോയിന്റ്, ഇയാൾ ക്രിസ്ത്യാനിയാണോ? യെസ് യെസ് യെസ്. ഇയാൾ മാമോദീസ സ്വീകരിച്ചോ? യെസ്. സൈര്യലേപനം സ്വീകരിച്ചോ? യെസ്. ഇയാൾ കുർബാനയ്ക്ക് പോയിരുന്നു? ഹി വാസ് എ ഡെയിലി കമ്മ്യൂണിക്കൻറ്റ്. അപ്പം ഞാൻ ഈ പാട്ട് അവരുടെ ഭാഷയിൽ പാടി കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഉള്ള ഒരു വിശ്വാസി മരിച്ചാൽ എവിടെ പോകണം? എന്താ നീ വിശ്വസിക്കുന്നത്? അപ്പോൾ അവൾ ചിരിക്കാൻ തുടങ്ങി. അവളുടെ ദുഃഖം മാറി. ദുഃഖം തൊട്ട് മുമ്പുണ്ടായിരുന്നു, ഇപ്പം മാറി. എന്തുകൊണ്ട് മാറി? അവളുടെ വിശ്വാസം, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ വിശ്വാസത്തിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ രഹസ്യം. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തെ ആർട്ടിക്കിൾ എന്താ പറയണത്? ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, നിൻ്റെ ഈ 7 മക്കളെ നിൻ്റെ ഗർഭത്തിൽ ആരാ സൃഷ്ടിച്ചത്? ഇപ്പോഴാണ് അതൊക്കെ ചിന്തിക്കണത്. സൃഷ്ടാവാണ്. ആ സൃഷ്ടാവ് നിൻ്റെ ഗർഭത്തിൽ 7 മക്കളെ മെനഞ്ഞെടുത്തുവെങ്കിൽ ആ സൃഷ്ടാവിന് നിൻ്റെയും നിൻ്റെ കുട്ടികളുടെ കാര്യത്തിലും ശ്രദ്ധയുണ്ടോ ഇല്ലയോ? ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകും. ഒരു ഭയങ്കര നിശ്വാസം വന്നവൾക്ക് കേട്ടോ, ഭയങ്കരമായ ഒരു സമാധാനം. ഇനി ഈ ഭർത്താവ് അവിടെ സ്വർഗത്തിലിരുന്നിട്ട് എന്താ അദ്ദേഹത്തിന് ചെയ്യുക? റെസ്റ്റ് ഇൻ പീസ്, RIP ആയിട്ട് അങ്ങനെ വിശ്രമിക്കുകയാണോ? എനിക്കറിഞ്ഞൂടാ. അദ്ദേഹം അവിടെ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയായിരിക്കും, അതിന് സംശയമില്ല. ഇവിടെ ആയിരിക്കുമ്പോഴും എപ്പോഴും പള്ളി തന്നെയാണ് ആള്. കണ്ടോ? ഇപ്പം നീ ഒന്ന് ചിന്തിച്ച് നോക്കി, അദ്ദേഹം അവിടെ ഇരുന്ന് നിനക്കും ഈ 7 മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകുമോ ഇല്ലയോ? ശരിയാണ് കേട്ടോ. ഇപ്പം എൻ്റെ പിള്ളേരെല്ലാം കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട്. അവൾ പറയാം, ഇപ്പം പിള്ളേരെല്ലാം കുടുംബ പ്രാർത്ഥനയ്ക്ക് കൃത്യമായിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇപ്പം നിനക്ക് എന്താ തോന്നുന്നേ? താങ്ക് യു തോമസ് പോൾ, എനിക്കിപ്പോൾ ഭയങ്കര സമാധാനം തോന്നുന്നുണ്ട് കേട്ടോ.
ഭയങ്കര സമാധാനം. ആദ്യം എനിക്കൊരു പേടിയായിരുന്നു, ദൈവമേ ഈ 7 പിള്ളേരുള്ള ആളെ എങ്ങനെ ഞാൻ ആശ്വസിപ്പിക്കുമെന്ന്. പക്ഷെ പറഞ്ഞ് വന്നപ്പോൾ, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സമാധാനം അവൾക്ക്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇപ്പോഴും ഇടയ്ക്ക് എന്നെ സന്ദേശം അയക്കുമ്പോൾ, അന്ന് നീ എന്നെ സമാധാനിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെ ആരും സമാധാനിപ്പിക്കാനുണ്ടായിരുന്നില്ല. 7 കുട്ടികളുള്ള ആളിൽ എന്തിനാണ് ദൈവം അങ്ങനെ ചെയ്തത്? ഇങ്ങനെയാണ് എല്ലാവരും അവളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിന് തെറ്റ് പറ്റിയെന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വന്നത്, ഈശോയുടെ ജീവിതകാലത്ത് ഈശോ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ, എപ്പോഴും സങ്കീർത്തനങ്ങൾ പാടി നടക്കുമ്പോൾ, ഈ സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ നൊയമ്പുകാല സങ്കീർത്തനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വിലാപകാല സങ്കീർത്തനങ്ങൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ സങ്കീർത്തനങ്ങൾ ഭാഗത്തെല്ലാം ഈശോ പാടുമ്പോൾ ഈശോയ്ക്ക് ആത്മധൈര്യം കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആത്മധൈര്യം. അവർ പറയാണ്, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം. പത്രോസ് പറയണം, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം. എന്തിനാണ്? അത് പറഞ്ഞപ്പോൾ മണി 10 ആയല്ലേ? 10 ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം. ഞാൻ ഉത്തരേന്ത്യയിൽ ഒരുപാട് നാൾ സുവിശേഷം പ്രഘോഷിച്ചിരുന്നു. ഈ ബനാറസിലും മധ്യപ്രദേശിലും ഇൻഡോറിലും മധ്യപ്രദേശിലെ ഗ്രാമങ്ങളിൽ വരെയെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഹിന്ദു ലീഡർ, ഒരു പൂജാരി, ഒരു വലിയ പൂജാരിയാണ്, നല്ല ഡീസൻ്റായിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് സ്നേഹത്തിൽ സംസാരിക്കുന്ന ഒരു ഫനാറ്റിക് ആയിട്ടല്ല. പുള്ളി പറയാണ്, സർ, വൈ യു സേ എവ്രി വൺ ഷുഡ് ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്? നിങ്ങൾ 2% ഉള്ളൂ ക്രിസ്ത്യാനികൾ. ഈ 2% ആളുകൾ വിശ്വസിക്കണ ദൈവത്തിൽ 98% വിശ്വസിക്കണമെന്ന് പറയണതിൽ എന്താ യുക്തി? ഇല്ലേ? നമുക്കും ചിലപ്പോൾ തോന്നുമായിരിക്കും അങ്ങനെയല്ലേ? എന്തുകൊണ്ട് ഈ 2% ഈ 98% കൂടെ അങ്ങ് കൂടിയാൽ പോരെ? ദൈവം ഒന്നല്ലേ ഉള്ളൂ. അപ്പോഴാണ് ഞാനും അത് ചിന്തിക്കണത്. പെട്ടെന്ന് ഉത്തരം കൊടുക്കണം. 2-3 മിനിറ്റ് ഇയാളെ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഉത്തരം ചിന്തിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇയാൾ പറയാൻ തുടങ്ങി, എന്താണ് നിങ്ങളുടെ ഈ ദൈവത്തിന് ഇത്ര പ്രത്യേകത? മറ്റ് മതസ്ഥാപകർക്കും ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടല്ലോ, ഇല്ലേ? മറ്റ് മതസ്ഥാപകർക്കും ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടല്ലോ. എന്താ നിങ്ങളുടെ ഈ ദൈവത്തിന് ഇത്ര പ്രത്യേകത? അപ്പോൾ എനിക്കൊരു സൂചന കിട്ടി. പ്രത്യേകതയുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിൽ തന്നെ മറ്റ് മതസ്ഥാപകരിൽ നിന്നും എല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതെന്താണ്? വളരെ പീസ്ഫുള്ളാണ് കേട്ടോ. അതാണ് ഡിസ്കഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം, അവിടെ ആളുകൾ എന്നെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്. ഗുരുവേ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഗുരുവേ, നിങ്ങൾ ഇൻഡോറിലേക്ക് പോകണം, അവിടെ എന്നെ കൊല്ലാൻ നോക്കിയിരിക്കാൻ, ആളവിടെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങളവിടെ പോകുമോ? ഒരിക്കലുമില്ല. ശരിയല്ലേ? ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഞങ്ങളുടെ ഗുരുവിൻ്റെ പ്രത്യേകത ഇതാ, അവിടെ ആളുകൾ എന്നെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഉടനെ അങ്ങോട്ട് പോകണം. ഓഹോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണ് എപ്പോഴും പറയാറുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം പറയുകയാണ്, എന്നെ അവർ കൊല്ലും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർക്കും. ഓഹോ, അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നോ അവർ കൊല്ലുമെന്ന്? അറിയാമായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നോ കൊന്നു കഴിഞ്ഞാൽ ഉയർക്കുമെന്ന്? കൃത്യമായിട്ട് അറിയാമായിരുന്നു.
എന്നിട്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹം പോയി. അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ സമയത്ത് ഇതാ എൻ്റെ സമയം വന്നിരിക്കുന്നു എന്ന് പറയുകയല്ല, അവർ വന്നു, പിടിച്ചു, കെട്ടി, അടിച്ചു. അടിക്കാൻ അങ്ങ് വിട്ടുകൊടുത്തു, കാരണം കൊല്ലണ്ടേ. അങ്ങനെ കൊല്ലാൻ വിട്ടുകൊടുത്തു. കാരണം ഈ കൊല്ലല് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നുമല്ല. കൊന്നുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു, അതിനുള്ള കഴിവുണ്ടായിരുന്നു. കുഴിച്ചിട്ടു. അദ്ദേഹം പറഞ്ഞ പോലെ കൃത്യം 3-ാം ദിവസം അദ്ദേഹം തന്നെ ഉയർത്തെഴുന്നേറ്റ് വന്നു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കൃത്യം ഉയർത്തെഴുന്നേറ്റ് വന്നു. എങ്കിൽ ഇയാൾ പറയാണ്, ഈ ഗുരു, ഈ പൂജാരി പറയാണ്, എങ്കിൽ അദ്ദേഹം ദൈവം തന്നെ ആകണമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഏതെങ്കിലും മറ്റ് മതസ്ഥാപകർക്ക് ഇങ്ങനെ ഒരു പ്രവചനമോ പ്രവൃത്തിയോ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതിപ്പോൾ നിങ്ങൾക്കൊരു ജനറൽ നോളജാണ്. ഇതിനു വേണ്ടിയല്ല, മറ്റുള്ളവരോട് പറയാനേ. നമ്മൾക്ക് മറ്റുള്ളവരോട് ഉത്തരം കൊടുക്കാനായിട്ട് ഉത്തരം കിട്ടിയോ ഇല്ലയോ? 3 മിനിറ്റ് എടുത്തുള്ളൂ ഉത്തരം സംസാരിക്കാൻ. 3 മിനിറ്റ്സ്. ഈ 3 മിനിറ്റ് കൊണ്ട് ഈ ഗുരു, ഈ ഹിന്ദു പൂജാരി ഇങ്ങോട്ട് പറയുകയാണ്, അങ്ങനെയെങ്കിൽ അദ്ദേഹം ദൈവം തന്നെയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം യേശു പ്രഘോഷിച്ചിരുന്നത് ഈ ജീവിതത്തിനപ്പുറത്തെ ജീവിതത്തെക്കുറിച്ചാണ്. അതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ വിഷയം. ഇനി സങ്കീർത്തനത്തിൻ്റെ എക്സ്പ്ലനേഷൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഈ സങ്കീർത്തനങ്ങളെ നിങ്ങൾ മുറുക്കെ പിടിക്കാൻ സിസ്റ്റർമാരോളം കഴിവുള്ള വേറെ ആരില്ല. കാരണം നിങ്ങളെല്ലാവരും ഈ സങ്കീർത്തനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്, ഇല്ലേ? പക്ഷേ അതിനെ നമ്മൾ ആഴമായ അർത്ഥത്തിലേക്ക് പോകുമ്പോഴാണ് ഈ സങ്കീർത്തനത്തിനോട് ഒരു പ്രേമമുണ്ടാകും. പ്രേമം, ഐ ആം യൂസിങ് ദാറ്റ് വേർഡ്. കാരണം ഇതാണ് അഗസ്തീനോസ് പറഞ്ഞിട്ടുള്ളത്. ഈ സങ്കീർത്തനമാകുന്ന പന്തലിൽ കയറണം. വിശുദ്ധ ജെറോം പറയാറുണ്ട്, ഇതാണ്, ജെറുസലേമിൽ ചെന്നപ്പോൾ അവിടെ സങ്കീർത്തനങ്ങൾ ഒഴിച്ച് വേറെ ഒന്നും കേൾക്കാനുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാരെ അവർ കൊയ്യുമ്പോഴും വെള്ളം കോരുമ്പോഴും വെള്ളം കോരിക്കൊണ്ട് കുടവും വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് വരുമ്പോഴെല്ലാം ഓരോരോ സങ്കീർത്തനങ്ങളുണ്ട് അതിന് പറ്റിയത്. കൊയ്യണ കാലത്തുള്ള സങ്കീർത്തനം, വിതയ്ക്കണ കാലത്തുള്ള സങ്കീർത്തനം, വെള്ളം ചുമക്കണ കാലത്തുള്ള സങ്കീർത്തനം, കഴിക്കരിയണ കാലത്തുള്ള സങ്കീർത്തനം, എല്ലാം സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്കും നനയ്ക്കണ കാലത്തൊരു സങ്കീർത്തനം, തുണി തിരുമണ സമയത്തൊരു സങ്കീർത്തനം. തുണി തിരുമോ ഇല്ലയോ? വസ്ത്രം നിങ്ങൾ തന്നെയല്ലേ വാഷ് ചെയ്യണം. അതിന് പറ്റിയ സങ്കീർത്തനം എടുക്കണം, കണ്ടെത്തണം അതിന് പറ്റിയ എന്താണ് സങ്കീർത്തനം. അങ്ങനെ വിശുദ്ധ ജെറോമെല്ലാം പറയുന്നത് സങ്കീർത്തനം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറയുന്നത്, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ സങ്കീർത്തനങ്ങളെക്കുറിച്ചൊരു പരമ്പരാ പ്രബോധനം ഒരു കാലഘട്ടത്തിൽ നടത്തി. ഇവരെല്ലാം പറയുന്നൊരാശയം, സങ്കീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു താളം ആകണം. നമ്മുടെ ജീവിതത്തിൻ്റെ താളം. അതിനുദാഹരണം പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ രാവിലെ എണീക്കുമ്പോഴും നടക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ആരോ ഒരു മൂളിപ്പാട്ട് പാടണമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഇത് നിങ്ങൾക്കും തോന്നും. ഇപ്പം തോന്നുന്നില്ലെങ്കിൽ ഈ ധ്യാനം കഴിയുമ്പോഴേക്കും തോന്നും. ഒരു സങ്കീർത്തനത്തിൻ്റെ ഏതെങ്കിലും ഒരു ശകലം എൻ്റെ അകത്ത് എപ്പോഴും വരുന്ന പറഞ്ഞതാണ്, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഇതിങ്ങനെ ഒരു മൂളിപ്പാട്ട് പോലെ ആരോ പാടുകയാണ്. നിൻ്റെ ഭാരം
അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുക. അത് പാടിയിങ്ങനെ ഇരിക്കുന്ന നേരത്ത് ആരെങ്കിലും വന്ന് 2 വഴക്ക് നമ്മളോട് പറയണ്ടാവും. അപ്പോൾ ഉടനെ നീതിമാൻ കുലുങ്ങാൻ, അവനോട് 2 പറയണമെന്ന് വിചാരിച്ചങ്ങ് അടിക്കാൻ തോന്നുമ്പോഴേക്കും നീതിമാൻ കുലുങ്ങാൻ അവിടെ. ഇങ്ങനെ നമ്മളിൽ ഒരു ഡബിൾ പേഴ്സണാലിറ്റിയാണ്. ഇത് ബൈപോളാറൊന്നുമല്ല, വിഷമിക്കണ്ട. നമ്മുടെ ഉള്ളിൽ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ താളമായി മാറണം. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. വേറൊരു സങ്കീർത്തനം കൂടി വരണം. എൻ്റെ ആത്മാവങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തുന്നു. സങ്കീർത്തനം 63 അല്ലേ? ഇതും ഒരു മൂളിപ്പാട്ട് പോലെ വരും. അപ്പോൾ നിങ്ങളെ താങ്ങി നിർത്തുന്ന വചനമോ സങ്കീർത്തനങ്ങളോ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ഇത് തന്നെയായിരുന്നു ഈശോയുടെ ജീവിതത്തിൽ. ഈശോയുടെ ജീവിതത്തിൽ എപ്പോഴും ഈ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ. അതുകൊണ്ടാണ് ഈശോ കുരിശിൽ കിടക്കുമ്പോഴും ഈ സങ്കീർത്തനം തന്നെയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? ഇത് ഇങ്ങനെ സങ്കീർത്തനം 22 ഈശോയുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ഈശോ പാടിയിരുന്നതാണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കയില്ല എന്നതും ഈശോയുടെ എല്ലാ ദിവസത്തെയും അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമാണോ? ഇപ്പം മരിക്കാൻ സന്തോഷമാണോ? ഇപ്പം മരിച്ചാൽ എവിടെ പോകും? അതുകൊണ്ട് ആരെയും മരണത്തെക്കുറിച്ച് പേടിപ്പിക്കരുത്. എല്ലാവരോടും മരണത്തിന് വേണ്ടി തയ്യാറാക്കുക. വീട്ടിൽ ചെല്ലുമ്പോഴും അപ്പച്ചനും അമ്മച്ചീനെയൊക്കെ തയ്യാറാക്കണം. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ചായ കുടിച്ചിട്ട് വരാം. 11 മണിക്ക് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് വേഗം തിരിച്ചു വരിക. താങ്ക് യു.